നമസ്കാരം. ഈ വർഷത്തെ ഓണം ലാലേട്ടനോടൊപ്പം ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ സ്നേഹം നിറഞ്ഞ ACV പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ലോകത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആത്മാർത്ഥത. ആത്മാർത്ഥതയുള്ള സ്നേഹം, ആത്മാർത്ഥതയുള്ള ഇഷ്ടം, ആത്മാർത്ഥതയുള്ള സൗഹൃദം. വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചിരുന്നവർ പിന്നെ ഒരുമിച്ച് കോളേജിൽ പഠിക്കുക, അത് കഴിഞ്ഞിട്ട് അവർ ഒരുമിച്ച് സിനിമയിലെത്തുക, സിനിമയിൽ തന്നെ അത്യുന്നതങ്ങളിലെത്തുക, അത് നമുക്ക് വളരെ അപൂർവമാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഒന്നേ ഉള്ളൂ. ഇത് ഇന്നത്തെ തലമുറയ്ക്കും നാളത്തെ തലമുറയ്ക്കും മാതൃക തന്നെയാണ്. അങ്ങനെ ഒരു കൂട്ടായ്മയിലേക്കാണ് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഇന്ന് ഞാൻ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദിലെ രാമനായിഡു സ്റ്റുഡിയോയുടെ മുൻവശത്താണ്. ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് തിരനോട്ടം എന്ന ചിത്രത്തിലൂടെ ഒരുമിച്ചിരുന്ന ആൾക്കാർ, അതായത് തിരനോട്ടത്തിലൂടെ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു മഹാനായ നടനെ നമുക്ക് സമ്മാനിച്ച സംവിധായകൻ ശ്രീ അശോക് കുമാർ, അദ്ദേഹം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ ലാലേട്ടനെ വെച്ച് നിർമ്മിക്കുന്നു. അറബിയും ഒട്ടകവും പിന്നെ മാധവൻ നായരും. ഈ ചിത്രത്തിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. 6 വർഷങ്ങൾക്ക് ശേഷം ശ്രീ പ്രിയൻ ചേട്ടൻ ലാലേട്ടനെ വെച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു അസലായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് നമുക്കറിയണ്ടേ? നമുക്ക് ഒരുപാട് പേരെ കാണാനല്ലേ. നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത നിർമ്മാതാവ്, ഒട്ടനവധി നല്ല ചിത്രങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്ത നിർമ്മാതാവ് ശ്രീ സുരേഷ് കുമാർ ഏട്ടൻ. അതുപോലെ തന്നെ തിരനോട്ടം അന്ന് സംവിധാനം ചെയ്യുകയും ഈ ചിത്രം നിർമ്മിക്കുകയും ചെയ്യുന്ന ശ്രീ അശോക് കുമാർ ഏട്ടൻ. കേരളത്തിൻ്റെ അഭിമാനം, ഇന്ത്യയുടെ അഭിമാനം, ലോക സിനിമയിൽ തന്നെ നമുക്ക് ഒരു നല്ല സംവിധായകരുടെ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി പറയാൻ പറ്റുന്ന ഒരു പേരാണ് ശ്രീ പ്രിയൻ ചേട്ടൻ്റേത്, ശ്രീ പ്രിയദർശൻ. അതുപോലെ തന്നെ മലയാളിയുടെ സ്വകാര്യ അഭിമാനം. ഏതൊക്കെ ഭാഷയിൽ അദ്ദേഹം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ മലയാളികൾ അദ്ദേഹത്തിനെ ഇത് നമ്മുടെ മാത്രം സൂപ്പർ സ്റ്റാറാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള നമ്മുടെ സ്വന്തം ലാലേട്ടൻ. എല്ലാവർക്കും സ്വാഗതം. അശോകമനോട് ആദ്യം ചോദിക്കാം. ഈ 30 വർഷത്തെ കൂട്ടായ്മ, ആദ്യത്തെ ചിത്രം 33 വർഷം. ഓക്കെ. 33 വർഷത്തെ കൂട്ടായ്മയിൽ ആദ്യത്തെ ചിത്രം തിരനോട്ടമായിരുന്നു. അത് അശോക് കുമാർ ഏട്ടൻ സംവിധാനം ചെയ്ത ചിത്രമാണ്. 33 വർഷങ്ങൾക്ക് ശേഷം ഒരു ചിത്രം നിർമ്മിക്കുന്നു. ഇത്രയും വർഷത്തിനിടയിൽ എന്ത് ഒരു ഗ്യാപ്പ് വന്ന്? എനിക്കറിയാവുന്ന തൊഴിൽ ബിസിനസ്സായിരുന്നു. അപ്പൊ അതിലോട്ട് ഞാൻ മാറി. ഇതൊരു ബിസിനസ് ആണല്ലോ. അല്ല, ഇതിപ്പോ ചെയ്യുക, ഞങ്ങൾക്ക് ഇതുപോലെ ഒരു 10-40 ദിവസം ഒരുമിച്ച് കൂടുക എന്നുള്ളതല്ലാതെ വേറെ ഇതിനകത്ത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ പ്രിയൻ ഡയറക്റ്റ് ചെയ്യുന്നു കേൾക്കുന്നു, അപ്പോൾ വലിയ സന്തോഷം. ലാല് ഹീറോ ആവുന്നു, സുരേഷ് കൂടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ പിന്നെ ഒരു 33 കൊല്ലത്തിന് ഒരു 45 ദിവസം ഒരുമിച്ച് ആ 33 കൊല്ലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സന്തോഷമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് വന്നിട്ട് നമുക്ക് ഒരു കുറച്ച് നേരം നമുക്ക് വേണ്ടി തന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഇത്രയും സൗഹൃദമുള്ള ആൾക്കാരുടെ ഇടയിൽ നമ്മൾ കുറച്ച് നേരം ഇരിക്കുക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം. ഞാൻ എന്ത് സന്തോഷം അനുഭവിക്കുന്ന ചേച്ചിക്ക് എനിക്ക് നല്ലോണം അറിയാം. കാരണം ഞാൻ സംസാരിക്കുമ്പോഴൊക്കെ അശോകൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ലാലേട്ടനെ കുറിച്ച് സംസാരിക്കുമ്പോഴും പ്രിയഞ്ചേട്ടനെ കുറിച്ച് പറയുമ്പോഴും ഒക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അശോകൻ പറഞ്ഞൊരു കാര്യം. ഇപ്പം തന്നെ കണ്ടോ, ഇത് എൻ്റെ വീട്ടിൽ കിടക്കുന്ന ബെൻസ് കണ്ടോ, ഇത് പ്രിയഞ്ചേട്ടൻ വാങ്ങിച്ചിട്ടിരിക്കുക, നീ എനിക്ക് ഇഷ്ടം പോലെ ഉപയോഗിച്ചോ എന്ന് പറഞ്ഞിട്ടിരിക്കാന്ന്. അപ്പോൾ അതാണ് അപ്പോഴേ എനിക്ക് മനസ്സിലായി ആ സൗഹൃദത്തിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. ഇന്നത്തെ കാലത്ത് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയുണ്ട്, സൗഹൃദം ആത്മാർത്ഥത എന്നും ഉള്ളത് തന്നെയാണ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളാണ് ശ്രമിക്കുന്നത്. എന്നാലും ലാലേട്ടാ, പൊതുവെ പണ്ടുണ്ടായിരുന്ന ആൾക്കാരെ പോലെയുള്ളൊരു സിൻസിയർ ആയിട്ടുള്ള ആൾക്കാർ ഇന്നത്തെ സമൂഹത്തിൽ കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. സുരേഷിന് എന്ത് തോന്നുന്നു? നമ്മുടെ ഒരു കൂട്ടായ്മ നമ്മൾ സ്കൂള് മുതൽ ഉള്ളൊരു സംഭവം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് സിനിമയിൽ വന്നു. അത് ഇപ്പോഴും എല്ലാവരും സിനിമയിൽ സജീവമായിട്ടുണ്ട്. അപ്പോൾ അതൊരു വളരെ എന്താണ് റയറായിട്ടുള്ളൊരു സംഭവമാണ് സിനിമയ്ക്കകത്ത്, മലയാള സിനിമയ്ക്കകത്ത്. ഇങ്ങനൊരു ടീം ഇനിയും വരേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ പോലെ വന്ന് ഇനിയും ഇപ്പോഴത്തെ പുതിയ തലമുറ ഇപ്പോൾ വരുന്നുണ്ട് കുറേ പേര്.
അവരായിരിക്കും ഇനി അത് ഇതുപോലെ നിലനിർത്തിക്കൊണ്ടുപോകണം. ഈ സൗഹൃദം നിലനിർത്തുക എന്ന് പറയുന്നത് അതൊരു ആർട്ടാണ് ശരിക്കും. അല്ലാതെ ഈ ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിക്കൊണ്ടുപോകാന്ന് പറയുന്നത് അതൊരു പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഞാൻ ഇടയ്ക്ക് വഴക്കൊക്കെ ഉണ്ടാവാറുണ്ട്. നമുക്കില്ല. ഞാൻ പറയും കഴിയും, ചീത്ത വിളിക്കും, അതൊക്കെ ചെയ്യും. ഇടയ്ക്ക് പിന്നെ ആരെങ്കിലും ആളൊന്ന് സംസാരിച്ചാൽ കോംപ്രമൈസ് ആവും. നിസ്സാരമായ കാര്യം. തിരിച്ചവന് കിട്ടേണ്ടത് കിട്ടുക, അപ്പം മതിയാകും. ലാലേട്ടനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലാലേട്ടനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് കഴിഞ്ഞ കുറേ 1-2 കൊല്ലമായിട്ട് ഓരോരുത്തരും ലാലേട്ടനുമായി ബന്ധമുള്ളവർ വന്നിട്ട് നമ്മുടെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഉള്ളു നിറഞ്ഞു പറയുക. കാരണം ഒരു വ്യക്തി എന്നുള്ളൊരു ആരാധനയായിരുന്നില്ല ഉണ്ടായിരുന്നത്, കഥാപാത്രങ്ങളിലൂടെ ഉണ്ടായിരുന്ന ഒരു ആരാധനയായിരുന്നു. ഇന്ന് അത് മാറിയിട്ട് ഒരു വ്യക്തിയോടുണ്ടാവുന്നൊരു ആരാധനയുണ്ടല്ലോ, അത് ആണ് നമുക്ക് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഓരോരുത്തരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ മാത്രമല്ല, ഞങ്ങൾ ACBയിലെ പ്രേക്ഷകരും എല്ലാവരും അതുപോലെ തന്നെ അത്രമാത്രം ലാലേട്ടനെ ഇഷ്ടപ്പെടുന്നു. അതിനോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. അത്തരത്തിൽ ജീവിക്കാൻ സാധിച്ചാലും, അത്തരത്തിലുള്ള സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചാലും, അത്രയും നല്ല സുഹൃത്തുക്കൾ ഉണ്ടായാലും, തീർച്ചയായിട്ടും നമ്മൾ മാത്രമല്ലല്ലോ, നമ്മുടെ ഒരു സുഹൃത്ത് വലയം തന്നെയാണ് നമ്മുടെ ജീവിതം കെട്ടിപ്പടുത്തുന്നത്. ഇപ്പോൾ ഈ 33 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് നമ്മൾ തമാശകളും കാര്യങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് 33 വർഷം എന്നുള്ളത് നമുക്ക് പ്രസക്തമല്ല. അല്ലാതെ നമ്മൾ എല്ലാ ദിവസങ്ങളും അല്ലെങ്കിൽ എല്ലാ മാസങ്ങളിലും നമ്മൾ കൂടാറുണ്ട്, അല്ലെങ്കിൽ ഫോൺ ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന എല്ലാവരും തന്നെ സിനിമയിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അവരവരെ പോയിരിക്കുന്ന പ്രൊഫഷണലുകളൊക്കെ അവർ വളരെയധികം സക്സസ്ഫുള്ളാണ്. അതൊരു ഭാഗ്യമാണ്, അതൊരു മഹാഭാഗ്യം തന്നെയാണ്. ഈ ലാലേട്ടൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് പൊതുവെ എല്ലാവരും പറയാറുണ്ട്, അത് മിക്കവാറും എല്ലാ ഇൻ്റർവ്യൂവിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ലാലേട്ടൻ ഒരു ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും, ഫ്രണ്ട്ഷിപ്പ് അതൊരു വീക്ക്നെസ് ആണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം ലാലേട്ടന് ഒരുപാട് ഒരു വാക്കാണ്. അല്ല, സൗഹൃദം എന്ന് പറയുന്നത് അങ്ങനല്ല. ഒരു സുഹൃത്തിനെ കുറച്ച് ഇഷ്ടമാണ്, കുറച്ച് ഇഷ്ടമല്ല എന്നല്ലല്ലോ പറയേണ്ടത്. സുഹൃത്തിനെ ഇഷ്ടമാണ്. അപ്പം നമുക്ക് നമ്മളുടെ ഒരു അക്ലമറ്റൈസേഷനിൽ അവരുമായിട്ട് നമ്മൾ അക്ലമറ്റൈസ്ഡ് ആവും. നമുക്ക് ഇങ്ങോട്ട് വരാൻ പറയുന്നതിനെക്കാട്ടിൽ അങ്ങോട്ട് ചെന്ന് ചേരാനാണ് എനിക്ക് താല്പര്യം. അപ്പം അതിലുള്ള നന്മയും തിന്മയൊക്കെ ഉണ്ടാവും. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചാണ് പ്രേംചേട്ടൻ്റെത്, പക്ഷേ എന്നാലും ഇപ്പോൾ ഈ ഒരു സാഹസിലാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം പ്രത്യേകിച്ച് ഓണം അടുത്തിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ, നമ്മളിപ്പോൾ ഓണമാണല്ലോ, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓണത്തിൻ്റെ സമയത്ത് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചെന്നൈയിലുണ്ടായിരുന്നെന്നും അന്ന് പിന്നെ ലാലേട്ടന് ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അന്ന് കിരീടം ഉണ്ണിച്ചേട്ടനുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ പിന്നെ സുരേഷ് ചേട്ടനും പ്രിയൻ കൂടെ, സുരേഷ് ചേട്ടൻ്റെ ഒരാളുടെ ബന്ധുവിൻ്റെ വീട്ടിൽ പോയി പോയെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് കഴിഞ്ഞ ദിവസം കിരീടം ഉണ്ണിച്ചേട്ടൻ പറഞ്ഞായിരുന്നു. അല്ല, അങ്ങനെ ഒരു സന്ദർഭത്തെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ ഒന്ന് ഓർക്കാൻ പറ്റുമോ? കാരണം ഒരു ഓണം ആയതുകൊണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്കത് നല്ല ഓർമ്മയില്ല. സുരേഷിന് ഓർമ്മയുണ്ട്. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ഇവര് മാത്രം പോയി ഊണ് കഴിച്ചു. നമുക്ക് എന്തെങ്കിലും കൊണ്ടുവരണ്ടേ? അതൊന്നും കൊണ്ടുവന്നില്ല. പിന്നെ ഞാനും ഉണ്ണിയും കൂടെ ഒരു ബ്രെഡൊക്കെ കഴിച്ചു. അത് പക്ഷെ അതൊരു എല്ലാ ദിവസവും ഓണം തന്നെയാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് ഒരു കഥ അല്ലെങ്കിൽ ഒന്ന് ഓർക്കുമ്പോൾ വെറുതെ തമാശയ്ക്ക് പറയുന്നതാണ്. എന്നാലും ഞാൻ അവിടെ പട്ടിണി കിടന്നപ്പോൾ നിങ്ങളൊക്കെ പോയി ഉണ്ടില്ലേ എന്ന് പറയുന്നതിന്റെ ഒരു ചെറിയൊരു തമാശ. പക്ഷെ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അത്രയും എൻ്റെ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞതിനകത്തൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അന്ന് ലാലേട്ടൻ്റെ പുതിയ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. അന്ന് ലാലേട്ടൻ ആവശ്യപ്പെട്ടു, കിരീടം ഉണ്ണിച്ചേട്ടൻ്റെ കയ്യിൽ ആ കൂടെ 2.5 രൂപ 3 രൂപ ഉണ്ടേ ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു അല്ല, അടുത്ത ദിവസമുണ്ട് പരസ്യം, അടുത്ത ദിവസം ആ ദിവസങ്ങളിൽ പേപ്പറിൽ പരസ്യം വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ആ ഒരു പത്രം ഒന്ന് വാങ്ങിച്ചു തരണം. എൻ്റെ ഇത്രയേ ഉള്ളൂ പൈസ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലാലേട്ടൻ പറഞ്ഞില്ല, എനിക്കത് വാങ്ങിച്ചേ പറ്റൂ, ഒരു കുട്ടിയെ പോലെ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ആ കുട്ടിത്തം ലാലേട്ടൻ ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. അത് തന്നെയാണ് നമ്മൾ പ്രേക്ഷകരെല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ലാലേട്ടനെ. അല്ല, അപ്പോൾ അങ്ങനെ ആ പത്രം വാങ്ങിച്ചിട്ട് വന്നപ്പോൾ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയത്ത് ലാലേട്ടൻ്റെ മുഖത്തുണ്ടായ ഒരു എക്സ്പ്രഷൻ അത് വേറെ ആർക്കും കാണാൻ പറ്റിയിട്ടില്ല, അത് എനിക്ക് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ എന്ന് ഉണ്ണിച്ചേട്ടൻ പറഞ്ഞു. അപ്പം അങ്ങനെ, കാരണം ലാലേട്ടനെ സ്നേഹിക്കുന്നവരും ലാലേട്ടൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഓരോരുത്തരുടെയും ഓരോ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ അതൊരു വലിയ അനുഭവമായിട്ട് തോന്നാറുണ്ട്. പ്രേംചേട്ടാ, ഇത് നമ്മൾ അറബിയും ഒട്ടകവും പിന്നെ മാധവൻ നായരും, പി മാധവൻ നായർ അങ്ങനെയുണ്ട്. പിന്നെ അറബിയും ഒട്ടകവും പി മാധവൻ നായരും. ഓക്കെ. അപ്പോൾ ഈ സിനിമ കാരണം നമ്മൾ കാക്കക്കുയിൽ കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് കിളിച്ചുണ്ട മാമ്പഴം കഴിഞ്ഞിട്ടാണ് ഈ ഒരു കൂട്ടായ്മ വീണ്ടും വരുന്നത്. എന്താണ് സ്പെഷ്യലായിട്ട് നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഉണ്ടാവുക സിനിമയിൽ?
അങ്ങനെയൊന്നുമില്ല സ്പെഷ്യൽ അല്ലേ? തീർച്ചയായിട്ടും. അല്ല, ലാലിന് ഞാനുള്ള സിനിമകളിൽ ആളുകൾക്ക് കാണാൻ താല്പര്യം ചിരിപ്പിക്കുന്ന സിനിമകളാണ്. അതാണ് ആദ്യം ഞാൻ ഒറിജിനലി ഒരു സീരിയസ് സിനിമയൊക്കെ പ്ലാൻ ചെയ്തെങ്കിലും ചിരിപ്പിക്കുന്ന സിനിമ വേണം എന്നുള്ള കൂട്ടുകാരുടെയും അത് നമ്മുടെ ലാലിൻ്റെ ആരാധകരുടെയും എല്ലാം ഒരു നിർബന്ധം കൊണ്ടാണ് ഒരു ചിരിപ്പിക്കുന്ന സിനിമ തന്നെ ആയിക്കോട്ടെ എന്ന ലെവലിൽ ഇങ്ങനൊരു സിനിമ. മാത്രമല്ല മോഹൻലാൽ ഒരുപാട് നാളായിട്ട് ചിരിപ്പിച്ച് ഞങ്ങളെ ചിരിപ്പിച്ചിട്ടില്ല എന്നൊരു കംപ്ലൈന്റ് ഈ ഫാൻസ് അസോസിയേഷനിലുണ്ട്. അതുകൊണ്ട് ശരി, ഫാൻസ് പൊതുവെ ആൾക്കാരുടെ അതുകൊണ്ട് ശരി അങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു സിനിമയ്ക്ക് മുതിർന്നത്. എനിക്ക് തോന്നുന്നു അത് വർക്കൗട്ട് ആവുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ശരിക്കും തോന്നുന്നു. അതെ, തോന്നുന്നു. ആണ് കറക്റ്റ്. തീർച്ചയായിട്ടും പ്രിയന്റെ സിനിമയിലെ ഇതിലെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീൻ ഉണ്ടാക്കില്ല, ആ സിറ്റുവേഷനിലെ വളരെ ഹ്യൂമറാണ്. പ്രിയന്റെ സിനിമകൾ കിലുക്കത്തിലോ ചിത്രത്തിലോ ഒക്കെ ഉള്ള പോലെ ഒരുപാട് സിറ്റുവേഷൻസ് ഈ സിനിമയിലാണ്. ചന്ദ്രലേഖയിലൊക്കെ ഉള്ള പോലെ ഒരുപാട് സിറ്റുവേഷനുള്ള സിനിമയാണ്. കറക്റ്റ്, അതാണ് റൈറ്റ് വേർഡ്. അന്ന് പ്രേംചേട്ടൻ പറഞ്ഞ വേറൊരു കാര്യം പറഞ്ഞതുപോലെ, അതായത് നമ്മളിപ്പോൾ പിന്നെ വന്ദനമോ അല്ലെങ്കിൽ ചിത്രമോ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ താളവട്ടോ ഒക്കെ നോക്കുമ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ ക്ലൈമാക്സിൽ ഒരു നമ്മൾ തേങ്ങലോടുകൂടി ഇറങ്ങി പോകുന്ന ഒരു അവസ്ഥ നമുക്ക് ആ സിനിമ കാണുമ്പോൾ ഉണ്ടാവാം. ഞാൻ പ്രിയചേട്ടൻ സംസാരിച്ചപ്പോൾ പ്രിയചേട്ടൻ പറഞ്ഞത് അത് കുറേ നമ്മൾ ഹ്യൂമർ പടങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എല്ലാവരും ഹ്യൂമർ പടങ്ങൾ മാത്രം ചെയ്യുന്നു, എന്നാൽ നമുക്ക് അതിനകത്ത് ചിന്തിക്കാൻ ഒരു വിഷയം കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ആ ചിത്രങ്ങൾ ചെയ്തതെന്ന് പറയും. അത്തരത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഈ സിനിമയിൽ നമ്മള് തീർച്ചയായിട്ടും കിലുക്കം, ചന്ദ്രലേഖ അങ്ങനെയുള്ള സിനിമകളുടെ ഒരു ചൂട് പിടിച്ചു പോകുന്ന ഒരു ചിത്രമാണ്. ഒരു കഥയാണ്, ഒരു മാധവൻ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അതായത് കീപ് യുവർ ബ്രെയിൻസ് അറ്റ് ഹോം കം ലാഫ് ആൻഡ് ഗോ എന്ന് പറയുന്ന ഒരു സിനിമയാണത്. അത് ഓക്കെ, നല്ല കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചിരി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വിഷമമുള്ള കാര്യമാണ്. ചിരിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചിരിച്ചാൽ നമ്മുടെ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണല്ലോ പറയുന്നത്. അതെ. സുകുമാരൻ ഇനി സ്ഥിരമായിട്ട് ഇനി നിർമ്മാണത്തിലേക്ക് ഇല്ല, അങ്ങനൊന്നും ഇല്ല. ഇതിപ്പോ ഞാൻ ഒരു കൂട്ടായ്മ, ഇതൊരു രസകരമായ ഒരു കാര്യം. ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ ഞങ്ങൾ എന്തിനാ അബുദാബി പോയത്, അവിടെ 10 ദിവസം ആഘോഷിക്കുക. അത് ഞാൻ ഒരു സിനിമ ബേസിക്കലി നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ അതിന്റെ ഒരു അന്തരീക്ഷം നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സിനിമ നന്നാവും. നമ്മളൊരു പിക്നിക്കിന് പോകുന്നവരാണ് പോലെയാണ്. അല്ലാതെ ഒരു സിനിമ എടുത്ത് കളയാൻ അങ്ങനെ ഒരു എന്താണ് ഒരു പ്രതിജ്ഞ എടുത്തിട്ടൊന്നും പോകുന്നതല്ല. ഇങ്ങനത്തെ സിനിമയാണ് ഇല്ല, എല്ലാവരും കൂടെ ജോയിൻ ചെയ്യുന്നു, വളരെ സന്തോഷമായിട്ടൊരു സിനിമ എടുക്കുന്നു. അങ്ങനെ എടുത്തിട്ടുള്ള സിനിമകളെല്ലാം നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും പ്രിയനേട്ടാ, അത് നമ്മുടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ന് മലയാള സിനിമയിലുള്ള ടെക്നീഷ്യൻസും എല്ലാവരും അറിയേണ്ട ഒരു കാര്യം തന്നെയാണത്. കാരണം എപ്പോഴും കൂട്ടായ്മയുടെ ഒരു വിജയമാണ് സിനിമ എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ സുരേഷേട്ടൻ പറഞ്ഞിട്ടുണ്ട്. കാരണം സുരേഷേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നിഷ്ടം നിന്നിഷ്ടം. ആ സിനിമയുടെ ക്ലൈമാക്സിൽ ലാലേട്ടൻ ആ പാട്ട് പാടി വന്നിട്ട് വരുന്ന ആ ഒരു കാര്യം പറഞ്ഞത് അത് സുരേഷേട്ടൻ അന്നൊരു സെഷൻ പറഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാവരോടും ഇരിക്കുന്ന സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ ക്ലൈമാക്സിന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു പോയി. അതാണ് പ്രേംചേട്ടനാണ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ കൂട്ടായ്മയിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാൾ മാത്രം ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും എല്ലാം ശരിയാണ് എന്ന രീതിയിൽ പോകാതെ എല്ലാവരോടും ഒരുമിച്ച് ചർച്ച ചെയ്യുകയും തമാശ. ഞങ്ങൾ ഒരു കാര്യമില്ല, സിനിമ ചർച്ചയില്ല. ഞങ്ങള് വൈകുന്നേരം സിനിമയെ പറ്റി ചെയ്യുന്നത് ലാൽ അഭിനയിക്കുന്ന ഒരേ താല്പര്യമുള്ള കുറെ ആൾക്കാർ ഒരുമിച്ച് ചേർന്നു. ഭാഗ്യത്തിന് ഓരോരുത്തരുടെയും ജീവിതം ഈ നന്നായിട്ട് തന്നെ വന്നു. എല്ലാവർക്കും അതിനകത്ത് സക്സസ് ഉണ്ടായി. ഇതുപോലൊരു ഒരു കൂട്ടുകെട്ടിനി, അതായത് ഇതിന്റെ പുറകിൽ ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. ഞാനൊരു ദിവസം പപ്പേട്ടന്റെ മോൻ എൻ്റെ അടുത്ത് ചോദിച്ചു, പത്മരാജന്റെ, അല്ല ഇങ്ങനെ ഒരു മതിലുണ്ടോ നിങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കുന്നത്? അങ്ങനെ ഒരു മതിലൊന്നും ഇല്ല, അതൊക്കെ പിന്നീട് ആൾക്കാർ വരാറുണ്ട്. അതെ, അങ്ങനെ ഒരു അപ്പൊ അതിന്റെ പുറത്ത് കുറെ കഥകൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ സക്സസ് എന്താ വെച്ചാൽ ഈ കഥകളൊക്കെ ഉണ്ടാവുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഫോർച്ചുനേറ്റ്ലി ഈ തുടക്കം നമ്മൾ ഒരേ താല്പര്യമുള്ള കൂട്ടുകാരെല്ലാം കൂടെ തുടങ്ങിയ ഒരു സംരംഭത്തിൽ എല്ലാവർക്കും സക്സസ് ഉണ്ടായി. അതിന് സത്യമായ ദൈവത്തിനോട് നന്ദി പറയുന്നു. അതാണ് ബേസിക്കലി ഈ റിലേഷൻഷിപ്പിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. പിന്നെ വായി നോക്കി നടന്ന റോഡുകളുണ്ട് അവിടെ. അത് ഒരുപാട് നമുക്കൊക്കെ വാല്യൂ ഉണ്ടെന്ന് അറിയാം. ഈ അച്ചീവ്മെന്റിന്റെ ഒക്കെ പുറകിലൊരു വാല്യൂ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പൊസിഷനിലേക്ക് വന്നത്. അതായത് ഒരു ദിവസം രാവിലെ ഗോൾഡൻ പ്ലേറ്റിൽ നമുക്ക് കിട്ടിയ ഒരു പൊസിഷൻ അല്ലായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പാടിന്റെയൊക്കെ ഫലമാണ് ഇന്നൊരു സക്സസ്ഫുൾ ആയിട്ട് ഉള്ളൊരു ജീവിതം എല്ലാവർക്കും നയിക്കാൻ കഴിഞ്ഞതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഇത് തന്നെയാണ് പുതിയ തലമുറയ്ക്കുള്ള ഒരു സന്ദേശവും. യെസ്, ഡെഫിനറ്റ്ലി. അതായത് എനിക്കറിയാം, ഞാൻ പണ്ടൊക്കെ വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സിന്റെ കാര്യം പോട്ടെ, ഇപ്പൊ തന്നെ ശ്രീനിവാസൻ, സത്യനന്ദികർ, നാടോടി കാറ്റ് എന്നൊക്കെ പറഞ്ഞ ലാലിന്റെ സിനിമയൊക്കെ നടക്കുന്ന സമയത്തൊക്കെ അവരുടെ ഡിസ്കഷനിലൊക്കെ ഞാൻ പോയിരിക്കാറുണ്ട്. എന്റെ ഡിസ്കഷനിൽ അവരിരിക്കാറുണ്ട്, ഫാസിലിന്റെ ഡിസ്കഷനിൽ ഞാൻ ഇരിക്കാറുണ്ട്, എനിക്ക് സജഷൻസ് ഫാസിൽ തരാറുണ്ട്, വേണുനാഗവള്ളി ഒരുപാട് സജഷൻസ്. അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ടോട്ടലി മലയാള സിനിമ ഞങ്ങളുടെ ഒരു പീരീഡില്, ഇതിപ്പോ ഞങ്ങളുടെ പീരീഡ് എന്ന് പറയുന്നില്ല, നമുക്ക് അടുത്ത തലമുറ വന്നു കഴിഞ്ഞു. ആ ഒരു സമയത്ത് എല്ലാവരും സുഹൃത്തുക്കളായിട്ടാണ് സിനിമ ചെയ്തത്. ഇന്നതല്ല, ഇന്ന് എല്ലാവരും അവരവരുടെ കഥ ഒളിച്ചു വെച്ച് ആരോട് പറയാതെ തമ്മിക്കുത്തും തല്ലും അങ്ങനെയുള്ള രീതിയിലേക്ക് സിനിമ മാറിയിട്ടുണ്ട്. സൗഹൃദം നഷ്ടപ്പെട്ടു. ഇത് പ്യോർ ബിസിനസ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എടുത്തു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കും ഒക്കെ ഇൻഡിവിജ്വലി ആ ലെവലിലോട്ട് തിരിയേണ്ടി വരും. ഇപ്പം ശരി, ഇപ്പം ലാലിനോട് പലരും ചോദിക്കുന്നുണ്ട്, ഇത് റെഗുലർ ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് ഇങ്ങനത്തെ സിനിമകൾ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ ലാലിൻ്റെ അടുത്ത് പറഞ്ഞത് 25-30 സ്ക്രിപ്റ്റ് വരുന്നതിൽ നിന്ന് ചൂസ് ചെയ്യുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഇത്രയും മോശമായിട്ട് വരുന്നത്. അപ്പൊ ബാക്കി സ്ക്രിപ്റ്റുകളുടെ ഗതി ആലോചിച്ചു. സോ ബേസിക്കലി ഞാനത് നേരത്തെ പറഞ്ഞില്ലേ, മോഹൻലാൽ എന്ന് പറഞ്ഞ ആക്ടർ പഴയ പോലെ ഇല്ല എന്നൊരു കംപ്ലൈന്റ് വരുന്നതിന്റെ കാര്യം സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഒരു ആക്ടറിന് പെർഫോം ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പഴയ സിനിമ എടുത്ത് ഒന്നുകൂടെ കാണണം. അത് സ്ക്രിപ്റ്റ് ആൾക്കാർ ചെയ്തോണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പഴയ സിനിമകൾക്ക് ഇപ്പോഴും ടി വിയിലൊക്കെ ഈ പുതിയ സിനിമകളെക്കാട്ടിലും പോപ്പുലാരിറ്റി ഉള്ളതിന്റെ കാരണം അത് തന്നെയാണ്. പെർഫോമൻസ് മോശമായതോ നടൻ മോശമായതുകൊണ്ടല്ല, ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽ കൊടുക്കാത്തത് കൊണ്ട് മാത്രം സിനിമ മോശമായി പോകുന്നത്. പുതിയ ഡയറക്ടേഴ്സ് വരണം, പുതിയ തോട്ട്സ് വരണം. ഈശ്വര സഹായം കൊണ്ട് ഈ 33 വർഷവും എല്ലാ ഈ സുഹൃത്ത് ബന്ധത്തിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും ഉയർച്ച മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഉയർച്ചയല്ല, വീഴ്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ അതൊക്കെ മറന്നും വീണ്ടും തിരിച്ചു കയറാനുള്ള ശ്രമങ്ങൾ, ഒരുപാട് പരസ്പര സഹായങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഓരോരുത്തരുടെ വീഴ്ച വന്നപ്പോൾ മറ്റുള്ളവർ സഹായിച്ചിട്ടുണ്ട്. അത് ഒരുപക്ഷെ സ്ക്രിപ്റ്റ് വൈസ് ആയിരിക്കാം, മണി വൈസ് ആയിരിക്കാം. അതെന്തോ പറയണ്ട. അല്ലല്ല, ഈ പറഞ്ഞ കറക്റ്റ്. അതായത് ഈ സിനിമ മാത്രമല്ല, ഒരുപാട് ബന്ധങ്ങൾ ഞങ്ങളുടെ ഇടയിലുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ സംസാരം ബേസിക്കലി നമ്മൾ സിനിമയെ കുറിച്ച് അധികം ഡിസ്കസ് ചെയ്യാറില്ല. അതാ ഞാൻ പറഞ്ഞത്. സുഹൃത്തുബന്ധത്തിനെ കുറിച്ച് സംസാരിക്കാറില്ല. പക്ഷെ ഇപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ എല്ലാവരും എന്താണ് സംസാരിക്കുന്നത് ചോദിക്കാനും പാടില്ല. So anyway, we are lucky that we are still going strong. That's it. നല്ല സിനിമയായി മാറട്ടെ. അറബിയും ഒട്ടകവും പീമാധവൻ. അല്ല, ഈ നമുക്ക് ഇനി എന്ന് പ്രതീക്ഷിക്കാൻ ചേട്ടാ ഇങ്ങനെ ഒരു കൂട്ടായ്മ? അല്ല, ഓരോന്നായിട്ടല്ലേ ചെയ്യുന്നത്. അല്ലാതെ ഇതൊന്നും ഒന്നും പ്ലാൻ ചെയ്തല്ല, എല്ലാം സംഭവിച്ചു പോയതാണ്. അതുകൊണ്ട് ഇനിയും അത് സംഭവിക്കുന്നു. ലാലേട്ടാ നീ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, എങ്കിൽ പോലും എനിക്ക് ചോദിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ലാലേട്ടൻ ഈ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്കിന്റെ സമയത്ത് മാത്രം അഭിനയം വരികയും ടേക്ക് കഴിയുമ്പോൾ അഭിനയം പോവുകയും ചെയ്യുന്നു. അതെങ്ങനെയാണത്? അതെങ്ങനെയാണ് ഞാൻ നിനക്ക് പറഞ്ഞു തന്നാ നീ അത് ചെയ്യില്ലേ? അതൊന്ന് പറയാനുള്ളത് അറിയാതെ സംഭവിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതൊരു പ്ലാൻഡ് ആയിട്ടില്ല. അതൊരു ഭയങ്കര വിശദമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ അതൊരു ഹൈ മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത്. ആ ഒരു ഒന്നാമത് ലൈഫ് സ്പാൻ ഓഫ് എ ഫിലിം ആക്ട്രസ് വെരി ലിമിറ്റഡ് ബിറ്റ്വീൻ ആക്ഷൻ ആൻഡ് കട്ടാണ്. ആ സമയത്ത് നമ്മൾ വേറൊരാളായിട്ട് മാറുന്നു. അതൊരു ഹൈ മെഡിറ്റേഷൻ ആണ്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഒരിക്കലും അറിയാതെ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ആ ഭാഗ്യം. എന്നാലും അല്ലെ ചില സീനുകളിലൊക്കെ ഇംപ്രവൈസേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ ലാലേട്ടൻ അങ്ങനെ ആ സ്പോട്ടിൽ നമ്മളങ്ങനെ ചെയ്തു പോകുന്നതാണോ അതോ നേരത്തെ കൂടി പ്ലാൻഡ് ആണോ? നമുക്കങ്ങനെ അറിയത്തില്ല. നമ്മൾ പ്ലാൻഡ് ആണോ എന്ന് പോലും അറിയത്തില്ല. ഒരു പക്ഷേ നമ്മുടെ അകത്തൊരു ബോധം എന്ന് പറയുന്ന സ്ഥലത്ത് അത് ഉണ്ടായിട്ടുണ്ടാകാം, ചിലപ്പോൾ ഉണ്ടാവില്ല. അതെങ്ങനെ വെളിയിലേക്ക് വരുന്നു എന്ന് എനിക്കറിയാൻ പറ്റില്ല. അത് നമുക്കൊരു പ്രത്യേക ഒരു പ്രക്രിയയാണ്. നമുക്ക് തോന്നിപ്പിക്കുക എന്ന് പറയുന്നതാണ്. അത് അപ്പൊ എങ്ങനെയായിരുന്നാലും ഇങ്ങനൊരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ എനിക്കും ഞങ്ങളെ ACV പ്രേക്ഷകർക്കും ACVയിലെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഇനി വരും വർഷങ്ങളിലൊക്കെ ഇതേപോലുള്ള കൂട്ടായ്മ ഉണ്ടാവണം. നിങ്ങളുടെ സുഹൃത്ത് ബന്ധം ജീവിതകാലം മുഴുവൻ ഈശ്വരനെ അനുഗ്രഹിച്ച് നല്ല രീതിയിൽ തുടരട്ടെ എന്ന് ആത്മാർത്ഥമായി ഈശ്വരനോട് എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ. നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാകട്ടെ. നല്ല നല്ല സിനിമകൾ കാണാൻ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. അതിൽ അഭിനയിക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ. അത് സംവിധാനം ചെയ്യാൻ അദ്ദേഹത്തിനും അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവർക്കും ഉണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞതിനിടയ്ക്ക്, കാരണം ഞങ്ങൾ തിരുനോട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന്റെ അവസാനം ഞങ്ങളൊരു ഈവന്റ് ആയിട്ട് ലാലേട്ടനെ വെച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പൊ അത് എന്നെ കൊണ്ട് കമ്മിറ്റ് ചെയ്യിപ്പിക്കാം. എന്തായാലും ഇപ്പൊ 200 എപ്പിസോഡ് ആകാൻ പോവാണ്. വളരെയധികം സന്തോഷം. പലരും കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും മനോഹരമായ ഒരു പ്രോഗ്രാം ഇല്ല ഒരു വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു ആക്ടറെ കുറിച്ച് ഇത്രയും
അത് ചെയ്തതിന് മോനോടും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവരോടുള്ള എൻ്റെ നന്ദി പറയുന്നു. നമുക്ക് നല്ലൊരു ഇവന്റ് ആയിട്ട് ഇത് മാറ്റാം. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു സോ മച്ച്.